ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്. അപ്പം നല്ല ക്രീമി ആയിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ പ്രിപ്പയർ ചെയ്താലോ. സോ വീഡിയോ സേവ് ചെയ്യാൻ മറക്കണ്ട. ആൻഡ് വെൽക്കം ടു ഡേ 14 ഓഫ് അവർ 60 ഡേയ്സ് ചാലഞ്ച്. നമ്മുടെ ഈ ചിക്കൻ സ്റ്റൂ ഒരു നാടൻ ഡിഷ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വെളിച്ചെണ്ണയിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസ് ആഡ് ചെയ്യാം. ഇനി തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കാം. ശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതെല്ലാം ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനും ഇട്ട് പൊട്ടറ്റോ ഇട്ട് ക്യാരറ്റ് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് അങ്ങനെ തന്നെ കുക്ക് ചെയ്യാം. വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ആദ്യം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക് പൊടിയും ഗരം മസാല. ഈ 2 മസാലകൾ മാത്രമേ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. 2-ാം പാലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കൂടെ 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ബൈ ദ ടൈം നമുക്ക് ഫ്രഷ് ക്രീമും കാഷ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു പേസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനത് സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത തക്കാളിയാണ് കേട്ടോ. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് നേരം കൂടെ ഒന്ന് കറി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് നമ്മൾ മുമ്പ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുന്ന ആ ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീമിൻ്റെ, അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി അതൊന്ന് തിളച്ച് ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് 1/2 കപ്പ് 1-ാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല കുറുകിയ തേങ്ങാപ്പാലല്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നല്ല അടിപൊളി ചിക്കൻ സ്റ്റൂ റെഡി. ഇനി കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്യൂസും നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ക്രീമി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയാവും. ഇനി ഇത് നല്ല ചൂടപ്പത്തിൻ്റെ കൂടെ കഴിക്കുമ്പോൾ എന്താ ടേസ്റ്റ് അല്ലേ. സോ ഞാനിവിടെ അപ്പം കൂടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് റെസിപ്പിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കണ്ട.